गोपिका जीवनस्वर्णं गोधूलिधूसरितकोमलकुन्दलाब्जं गोपीजनस्य कुचकुङ्कुममुद्रिताङ्गं गोवर्धनोद्धरणकेळीकृतप्रयासं गोविन्दमिन्दुवदनं शरणं भजामः। गोपिका जीवनस्वर्णं പ്രളയവർണ്ണന ശ്രീനാരായണീയം ഭട്ടതിരി കാണാത്ത വിഷയമാണെങ്കിലും ഓരോന്നും സത്യമാണോ എന്ന് ചോദിച്ചറിയാനായി ഗുരുവായൂരപ്പനെ ഉപയോഗിച്ച് പ്രളയവർണ്ണന എങ്ങനെ ഇരിക്കും എന്ന് നോക്കിയാൽ ഭട്ടതിരി പറഞ്ഞത് സത്യമായിരിക്കും എന്ന് ഉറപ്പുവരുത്താം. കാരണം ബാക്കിയുള്ള ഗ്രന്ഥകർത്താക്കളുടെ പ്രളയത്തിനെക്കുറിച്ചുള്ള വർണ്ണനയോ അല്ലെങ്കിൽ കാണാത്തതായുള്ള കാഴ്ചകളെക്കുറിച്ചുള്ള വർണ്ണനയോ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ഋഷി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റും. ഋഷി കൃത്യമായി എന്തും വിശ്വസിക്കാൻ പറ്റും. വാൽമീകി ഈ രാമായണം എഴുതിയപ്പോൾ ഭഗവാൻ വാൽമീകിക്ക് വാക്ക് കൊടുത്തു. എന്താണോ അവിടെ നടന്നിട്ടുണ്ടാവുക അത് തന്നെയായിരിക്കും നിൻ്റെ ഹൃദയത്തിൽ സ്ക്രീൻ പോലെ തെളിഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞു. നത്തേ വാക് അനൃത കാവ്യേ, ശ്രീരാമായണം ഒന്നുപോലും കള്ളമായിട്ട് വരില്ല. നത്തേ വാക് അനൃത കാവ്യേ. അങ്ങനെ വാൽമീകി ഭഗവാൻ ഇന്നും രാമായണം എടുത്തു നോക്കിയാൽ നമുക്ക് സിനിമ കാണുന്നത് പോലെ രാമായണം കാണാം. കണ്ണിന് മുമ്പിൽ നടക്കുന്നത് പോലെ രാമായണം പഠിക്കുമ്പോൾ അനുഭവം. അത് ഞാൻ പറയുന്നതല്ല, രാമായണ കാലത്തിൽ രാമൻ്റെ കാലത്തിലിരുന്ന ശ്രോതാക്കൾ പറയുന്നു പ്രത്യക്ഷമിവ ദർശിതം. രാമായണം പഠിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യക്ഷമായിട്ട് രാമായണം, ലവകുശാൽ രാമായണം പറയുമ്പോൾ പ്രത്യക്ഷമായിട്ട് കണ്ണിന് മുമ്പിൽ രാമായണത്തിൻ്റെ സീക്വൻസ് കാണുന്നു. അതുപോലെ വ്യാസകൃതമായ ശ്രീമദ് ഭാഗവതം ഇത്യാദി 18 പുരാണങ്ങൾ, മഹാഭാരതം, ഇതിലും നമുക്ക് ഒരു സന്ദേഹവും വേണ്ട. കാരണം ശിഷ്യതേ ശേഷസ്വപ്നഃ എന്ന് പ്രളയാവസാനം ആരാണോ ശേഷശായിയായി കിടക്കുന്ന നാരായണൻ, ഏകനായി കിടക്കുന്ന നാരായണൻ, അതേ നാരായണൻ വ്യാസൻ എന്നുള്ള അവതാരം എടുത്തുകൊണ്ട് വന്നു ഇതൊക്കെ പറഞ്ഞു തന്നു. ബാക്കിയുള്ള കവികളൊക്കെ എഴുതി വയ്ക്കുന്നതൊക്കെ നമുക്ക് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള അർത്ഥവാദം. വേണമെങ്കിൽ വിശ്വസിക്കാം, അതിന് വേണ്ടിയ തെളിവ് കിട്ടിയെങ്കിൽ വിശ്വസിക്കാം. തെളിവില്ലാതെ ആയതും വിശ്വസിക്കാൻ ആരും പറയുന്നില്ല. ബ്രഹ്മാനുഭവം പോലും ശ്രുതി യുക്തി പ്രമാണമില്ലാതെ എന്ത് പറഞ്ഞാലും അത് വില പോയില്ല. ഇവിടെയോ പ്രമേയനായ അപ്രമേയൻ പരമാത്മാ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ ഭട്ടതിരിക്ക് അതേ 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 എന്ന് ഓരോന്നും പറഞ്ഞ് പ്രളയ അവസാനത്തിൽ ഞാൻ ഇങ്ങനെയായിരുന്നു, പ്രളയ അവസാനത്തിൽ എനിക്ക് ആദിശേഷൻ മാത്രമേ കൂട്ടുണ്ടായിരുന്നുള്ളൂ, അതുപോലെ ബ്രാഹ്മകൽപ്പം ആരംഭത്തിൽ ഇങ്ങനെ ആയിരുന്നു എന്ന് എല്ലാത്തിനും ആരംഭം തൊട്ട് 8ാമത്തെ ദശകമോ അവിടെ വരയ്ക്കും എല്ലാത്തിനും പ്രതിശ്ലോകം ഗുരുവായൂരപ്പൻ യെസ് വയ്ക്കും. അതുകൊണ്ട് ഈ ദശകത്തിൻ്റെ അവസാനം ഭട്ടതിരിക്ക് തന്നെ ഒരു തനി ധൈര്യം വന്നു. ഭട്ടതിരിക്ക് തനി ധൈര്യം വന്ന് ഭട്ടതിരി പറയുകയാണ്, സന്ദർഭം വിളക്കുകയാണ്, ഗുരുവായൂരപ്പ ഞാനൊരു സിറ്റുവേഷൻ ഞാൻ ഇപ്പോൾ പറയാം. ധൈര്യം വന്നു. കൃഷ്ണൻ സ്വാതന്ത്ര്യം കൊടുത്തു ഭട്ടതിരിക്ക്. അതുകൊണ്ട് ഭട്ടതിരി പറഞ്ഞു, പഞ്ചാശബ്ദമധുനാ സ്വയഃ അർദ്ധരൂപം
ഏകം പരാർദ്ധമതിവൃത്യ ഹി വർത്തതേ സൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ. ഞാൻ പറയാം, കഥയാമി. ഗുരുവായൂരപ്പ കേക്ക്. കഥയാമി ഭൂമൽ പശ്ചാദ്ദിനാവതരണേ ച ഭവദ്വിലാസാൻ. 50ാമത്തെ വയസ്സിന് തൊട്ട് മുമ്പുള്ള രാത്രി, ബർത്ത്ഡേ ഈവ്, അന്ന് നടന്ന സംഭവങ്ങളെ പറയാമെന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് നടന്നതെന്ന് പറഞ്ഞു. ഭഗവാൻ നാരായണൻ മാത്രം ആദിശേഷൻ്റെ ശയ്യയിൽ ശേഷശായിയായി ശ്രീരംഗനാഥനായി കിടക്കണു, ഏകനായി കിടക്കണു. അവിടെ നിദ്രാമുദ്രാഭിരാമം എന്ന് പറയുന്ന പോലെ യോഗനിദ്ര, നിദ്ര എന്നുള്ള മുദ്ര, പല രീതിയിലെ മുദ്രയുണ്ട്. ഭരതനാട്യം പഠിച്ചവർക്കറിയാം, അല്ലെങ്കിൽ നൃത്തം എന്തെങ്കിലും പഠിച്ചവർക്കറിയാം. പല പല രീതിയിലെ മുദ്രയുണ്ട്. ശംഖുമുദ്രയുണ്ട്, കിളിമുദ്രയുണ്ട്, പക്ഷിമുദ്രയുണ്ട്, ഗരുഡമുദ്രയുണ്ട്. ഈ മുദ്രയൊന്നും പോരാതെ ഭഗവാനൊരു മുദ്ര. കാരണം ഭഗവാനെക്കാട്ടിലും വലിയ നടനില്ല. സർവജ്ഞൻ. ഓരോരോ മനുഷ്യർ, ഓരോരോ ജീവൻ്റെ ഹൃദയത്തിൽ എന്താവും ഇനി തോന്നുക എന്നറിയുന്ന സർവജ്ഞൻ. തോന്നുന്ന അറിയുന്നതിൽ വിശേഷമില്ല. ഇനി എന്താവും തോന്നുക എന്ന് അറിഞ്ഞ ആ തോന്നൽ കൊടുക്കുന്നവൻ, ഓരോരോ ഭാവത്തെയും കൊടുക്കുന്നവൻ. സീത എവിടെ, സീത എവിടെ എന്ന് കരഞ്ഞു. അങ്ങനെ ഓരോരോ ഭാവം കൊടുക്കുന്നവൻ, ബ്രഹ്മാദി ദേവതകൾക്ക് മുതൽ കൊണ്ട് ഓരോരോ ഭാവം കൊടുക്കുന്നവൻ. ഇവരിപ്പോൾ എന്ത് ചെയ്യണം, ഇവരിപ്പോൾ എന്ത് ചെയ്യണം എന്ന് അകത്തിൽ നിന്ന് സ്ഫുരിപ്പിക്കുന്നവൻ. ഇവിടെ ഞാൻ എന്തു പറയണം എന്ന് സ്ഫുരിപ്പിക്കുന്നവൻ. അങ്ങനെയുള്ള ഭഗവാൻ ഗോപപ്പയ്യന്മാരൊക്കെ ബ്രഹ്മാവ് വിളിച്ചെടുത്തുകൊണ്ട് ബ്രഹ്മലോകത്ത് കൊണ്ടുപോയപ്പോൾ ബ്രഹ്മാവിനെ മോഹിപ്പിച്ചിട്ട് അവസാനം വന്നിരുന്ന് മരത്തിൻ്റെ അടിയിൽ വന്ന് ശ്രീധാമ എവിടെ, ശോകപ്രസ്ഥൻ എവിടെ എന്ന് കരയുന്നു. അത് സർവജ്ഞനായിരുന്നാലും അജാനന്നിവ, അതും രാമായണം പറയുന്നു. ഇന്ദ്രാദി ദേവതകൾ ബ്രഹ്മാ തൊട്ട് ഭഗവാനെ സ്തോത്രം ചെയ്യുമ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്തിനാ എന്നെ സ്തോത്രം ചെയ്യുന്നതെന്ന് ചോദിക്കുക. രാവണനെ വധം ചെയ്യണമെന്ന് ദേവതകളൊക്കെ കൂടെ ചേർന്ന് പറയുമ്പോൾ ഭഗവാൻ അറിയാത്ത മട്ടിൽ ചോദിച്ചു എന്ന്, ആരാ രാവണൻ? വാൽമീകി എടുത്ത് പറയുന്നു, അജാനൻ ഇവ, അറിയാത്തവനെ പോലെ. അപ്പോൾ ആദിശേഷ ശയനത്തിൽ യോഗനിദ്ര എന്തിനാ പറയാമെന്ന്, ഭഗവാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു നിദ്ര, മുദ്ര, യോഗനിദ്ര മുദ്ര. അവിടെ ഭഗവാൻ തന്നെ ആദ്യമേ കാലശക്തിയുടെ അടുത്ത് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ കാലം ഉണ്ടെന്നർത്ഥം. എല്ലാം പൂർണ്ണമായിട്ട് അടങ്ങിയില്ല ബ്രാഹ്മകൽപ്പത്തിൽ. അതന്നെയാണ് പറയുന്നത്, കൽപ്പാവസാനത്തിൽ എല്ലാം അടങ്ങില്ല. ബ്രഹ്മാവ് ഉൾപ്പെടെ ഉണ്ട്, ബ്രഹ്മാവിൻ്റെ ശരീരം ഉൾപ്പെടെ ഉണ്ടാവും, ബ്രഹ്മാവിൻ്റെ വാസന ഉൾപ്പെടെ ഉണ്ടാവും. ബ്രഹ്മാവിന് എന്ത് വാസനയാണുള്ളത്? സൃഷ്ടി ചെയ്യുക എന്നുള്ള വാസന. ആ ബ്രഹ്മാവിൻ്റെ വാസന തൊട്ട് എല്ലാ ജീവചരാചരങ്ങളുടെയും വാസന ഓരോരോ കൽപ്പത്തിൻ്റെ അവസാനത്തിലുണ്ടാവും. 3 ലോകത്തിലുള്ളവർ മാത്രം ലയിക്കും. പൂർണ്ണമായിട്ടുള്ള ലയനമല്ല, അജ്ഞാനത്തിൽ ലയിക്കും. ബാക്കിയുള്ള ലോകങ്ങളിലുള്ളവരൊക്കെ സുഷുപ്തിയിലായിരിക്കും. ബാക്കിയുള്ള എല്ലാ ലോകത്തിലുള്ളവരും സുഷുപ്തിയിലായിരിക്കും. സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഉറക്കം. അങ്ങനെ ബ്രഹ്മകൽപ്പത്തിൻ്റെ അവസാനം, ആദ്യത്തെ കുറേ എത്ര കൽപ്പകാലം ബ്രഹ്മ തപസ് ചെയ്തു എന്നറിയില്ല. ഓരോ ദിവസവും കൽപ്പമാണ്, ഓരോ 2 കൽപ്പമാണ്. അപ്പോൾ എത്ര കൽപ്പകാലം ബ്രഹ്മാവ് തപസ് ചെയ്തു എന്നറിയില്ല. ഒരു കൽപ്പത്തിൽ എവിടെയോ സൃഷ്ടി ആരംഭിച്ചു, സൃഷ്ടി ചെയ്തു ബ്രഹ്മാവ്. ഇപ്പം 49 വയസ്സായി സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനത്തെ അടുത്ത ദിവസം ബ്രഹ്മാവിൻ്റെ വീട്ടിൽ മാവില തോരണമൊക്കെ കെട്ടി ഹാപ്പി ബർത്ത്ഡേ ടു യു ബ്രഹ്മ, 50th ബർത്ത്ഡേ, ഹാഫ് എ സെഞ്ചുറി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ബ്രഹ്മാവ് ഉറങ്ങി. ഉറങ്ങാൻ കാമമുണ്ടായി എന്ന് പറഞ്ഞു അല്ലേ?
ഉറങ്ങാനുള്ള ആഗ്രഹം ബ്രഹ്മാവിന് തോന്നേ. ബ്രഹ്മാവിന് ആഗ്രഹം എവിടെയുണ്ടോ അവിടെ അഹങ്കാരം എന്നുള്ളൊരു വിഷയം വന്നു ചേരും. ഗർവമല്ല ഈ അഹങ്കാരം. അതാ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത്. എനിക്ക് ഉറങ്ങണം എന്നുള്ള എനിക്ക് എന്നുള്ളത് തന്നെയാണ് അഹങ്കാരം. ആ അഹങ്കാരം കാരണം ബ്രഹ്മ ലയിച്ചു. ആ ലയനത്തിൽ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? കാലശക്തിയുടെ അടുത്ത് ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാലശക്തിയുടെ അടുക്കൽ ഞാൻ ഉറങ്ങും. ഭഗവാൻ അലാറം, ഞാൻ ഉറങ്ങും, സൃഷ്ടി ചെയ്യാൻ സമയമാകും എന്നുള്ളപ്പോൾ എന്നെ വിളിക്കണം എന്ന് ഭഗവാൻ കാലശക്തിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. ഈ കാലശക്തിക്ക് ശക്തി കൊടുക്കുന്നവൻ ആര്? ഭഗവാൻ. അപ്പോൾ കാലശക്തിയും അവൻ്റെ അധീനത്തിലുണ്ട്. ആ കാലശക്തി വിളിച്ചുണർത്തുന്നു. ഭഗവാൻ എല്ലാത്തിനെയും ചുറ്റി നോക്കാനുള്ള പ്രേരണാശക്തി കൊടുക്കുന്നു. എല്ലാത്തിനെയും ചുറ്റി ഭഗവാൻ നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ തതസ്ത്വദീയാദൈനാഭിരന്ദ്രാതുതഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീനനിശേഷപദാർത്ഥ മാലാസംക്ഷേപരൂപം മുകുളായമാനം. എന്താ ഉണ്ടായത്? ആ പത്മമൊട്ട്, താമര മൊട്ടുണ്ടായി എന്ന് പറയുന്നു ഇവിടെ. എല്ലാ പ്രപഞ്ചത്തിലുള്ള ഇപ്പോൾ ഉള്ള എല്ലാത്തിൻ്റെയും ബീജം ചേർന്നതായ ഒരു മാലയോട് കൂടിയ ഒരു താമര മുട്ടുണ്ടായി എന്ന് പറയുന്നു. പ്രപഞ്ചത്തിലുള്ള സർവ ജന്തുക്കളുടെയും വാസന അടങ്ങിയ താമരമുട്ട്. നമ്മുടെയൊക്കെ വാസന അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കണം. നമുക്കൊക്കെ എന്തെന്ത് വാസന ഉണ്ടോ അതാത് വാസനയൊക്കെ അടങ്ങിയ ഒരു ചെറിയ താമരമുട്ടല്ല ഇത്. സർവവ്യാപകനായ പരമാത്മാവിൻ്റെ നാഭികമലത്തിൽ നിന്ന് വരുന്ന താമരമുട്ട് എന്ന് പറഞ്ഞാൽ അത് എത്ര വലുതായിരിക്കും അത്. ആ മുട്ടുണ്ടായി. അതിനകത്ത് എല്ലാ വാസനകളും ഉറങ്ങിക്കിടക്കണം, നശിച്ചു പോയില്ല. സർവവാസനകളും ഉറങ്ങിപ്പോൾ താമരയ്ക്കകത്ത് വണ്ട് കയറി എന്ന് വെച്ചോളൂ. സൂര്യപ്രകാശം വന്നിരിക്കുമ്പോൾ താമര വിരിയും. അങ്ങനെ വിരിയുന്ന താമര, ആ താമരയിൽ നിന്ന് തേനിൻ്റെ ഗന്ധം നാനാ ദിക്കിലും പോകും. അങ്ങനെ പോകുമ്പോൾ ഇതിന് കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ട് വരും. വണ്ട് വന്ന് ആ താമരയിൽ ഇരിക്കും. ഇരുന്നു എന്ന് പറഞ്ഞ് അത് വെയിറ്റ് ചെയ്യില്ല. സൂര്യൻ എപ്പോൾ അസ്തമിക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ താമരയും പയ്യെ മടങ്ങാൻ തുടങ്ങും, മുട്ടായിട്ട് മാറും. പിന്നെ താമര മുട്ടാവും. മുട്ടല്ല, അത് മടങ്ങും. അത് താമര മടങ്ങും. അതുകൊണ്ട് തന്നെ താമരയ്ക്ക് തരണി ബന്ധു എന്നൊരു നാമമുണ്ട്. സൂര്യൻ്റെ ബന്ധു താമര. സൂര്യനുണ്ടെങ്കിൽ പ്രകാശിക്കും, സൂര്യനില്ലെങ്കിൽ ഇല്ല. ചെളിയിൽ വരുന്നതുകൊണ്ട് അതിന് പങ്കജം എന്ന് പേര്. പങ്കം എന്ന് പറഞ്ഞാൽ ചെളി, ചെളിക്കുണ്ട്. ആ താമര മുട്ട് മടങ്ങും. അപ്പോൾ അതിനകത്തുള്ള വണ്ടുണ്ടല്ലോ അതിൽ തന്നെ കിടക്കും. തേൻ കുടിച്ച് മതം ഉന്മത്തനായി. ചിലവരുണ്ട് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി കടയിൽ കയറും. കടയടച്ചാൽ അവർ പോവില്ല, അവരെവിടെയെങ്കിലും വീട് കിടക്കും. അതുപോലെ വണ്ട് അവിടെ കിടക്കും എന്ന് പറഞ്ഞ് വണ്ട് നശിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? വണ്ട് മരിച്ചു കാണും, പക്ഷെ വണ്ടിൻ്റെ ശരീരം അതിനകത്തുണ്ടാവും. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും വാസന ലോകത്തിലെ സർവ്വ വിഷയത്തിലും പോയി ഒട്ടി 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 ഇതെനിക്ക് വേണം, ഇതെനിക്ക് വേണം, ഇതെനിക്ക് വേണം ഒന്നുമില്ല. ഒരു ചെറിയ തീപ്പെട്ടിക്കുള്ളിൽ പോലത്തെ ഒരു പെട്ടി എവിടെയെങ്കിലും കിടക്കായിരിക്കും. അതെനിക്ക് അതിനകത്ത് എന്തെങ്കിലും സംതിങ് ഉണ്ടോ നോക്കാമെന്ന് പറഞ്ഞാൽ അതിനെ എടുക്കും. ഇതാണ് നമ്മുടെ വാസന. എവിടെന്നെങ്കിലും സംതിങ് കിട്ടുമോ? ഇത് തെറ്റ് പറയാനില്ല. കാരണം എന്താണെന്നറിയാവോ? ഇത് തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സൃഷ്ടി തന്നെ തെറ്റ് പറയണം. ഇത് തെറ്റ് പറയാനും പറ്റില്ല. പിന്നെന്താ? ഇതിനെ വിവേകം ഉപയോഗിച്ച് ഇത് ശാശ്വതമാണോ അനിത്യമാണോ എന്നുള്ള വിവേകം കൊണ്ട് മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പരിഹരിക്കാനേ പറ്റില്ല. സാക്ഷാത്ത് ഭഗവാൻ വിചാരിച്ചാൽ ഇതിനെ പരിഹരിക്കാൻ പറ്റില്ല. വിവേകം കൊണ്ട് പരിഹരിക്കണം. അങ്ങനെ ആ മുട്ട്
വിടർന്നിട്ടില്ല. അതിനകത്ത് എല്ലാ വാസനകളും ഉണ്ട്. പ്രകൃതിയുടെ എല്ലാ ജീവൻ്റെ സമഷ്ടി, ആ മുട്ട് ജീവൻ്റെ സമഷ്ടി രൂപമായ ബ്രഹ്മാവ് ഇരിക്കുന്നു. ഇവ ഭഗവാനെ കണ്ടാൽ നാഭിയിൽ നിന്നൊരു കമലം പുറപ്പെട്ടു വരുന്നു. ആരാ? പത്മനാഭൻ. രംഗനാഥനായിരുന്ന ഭഗവാൻ ഇപ്പോൾ പത്മനാഭനായിട്ട് മാറി. തത്യേതംബോരുഹകുട്മളം തേ കളേബരാത്തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വധാമഭിസ്ധ്വാന്തമലം യകൃന്തത്. അങ്ങനെ വന്ന് ആ പത്മം പയ്യെ വിടരാൻ തുടങ്ങുന്നു. പയ്യെ 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 അത് വിടർന്ന് വരുമ്പോൾ ആ വിടർന്ന് വന്നിരിക്കുന്ന ആ പത്മത്തിനകത്ത് ബ്രഹ്മ ചതുർമുഖനായ ബ്രഹ്മ നോക്കുന്നു. ഇതെന്താ? ഉണർന്നിട്ടില്ല ബ്രഹ്മ ഉണരണം. ബ്രഹ്മ ഉണരണമെങ്കിൽ ആ കമലം പൂർണ്ണമായിട്ടും തുറക്കണം. ബ്രഹ്മ ഉണരും. കമലം പൂർണ്ണമായിട്ട് തുറന്നാൽ ബ്രഹ്മ ഉണരും. വാസനകൾ ഓരോന്നായി പുറത്തെടുത്ത് ആ വാസന തന്നെ ബ്രഹ്മാവിനെ ഉണർത്തി വിളിക്കും. അല്ലേ? വിശപ്പ് ഒരു വാസനയാണ്. 8 മണിയായി രാവിലെ, നല്ല ഉറക്കം. പെട്ടെന്ന് തോന്നി, കാപ്പി കുടിക്കണം പോലെ തോന്നി. വിശപ്പ്, പിപാസ, അത് വാസന. ഉടനെ ചാടി എണീച്ചു. ഇതുപോലെ നമ്മളൊക്കെ അല്പമായി കാണിക്കുന്നു. ബ്രഹ്മ നമ്മളെയൊക്കെ സമഷ്ടി രൂപമാണ്, കളക്റ്റീവ് രൂപമാണ് ബ്രഹ്മ. അപ്പോൾ ബ്രഹ്മയുടെ വാസന എത്ര ആയിരിക്കും? ആ ബ്രഹ്മ നാഭി കമലത്തിൽ നിന്നും ഉണർന്നു തുടങ്ങി. ഭഗവാന്റെ നാഭി കമലത്തിൽ നിന്ന് ബ്രഹ്മാവ് പയ്യെ ഉണർന്ന് നോക്കുന്നു. എന്തുകൊണ്ടാണ് ഉണർന്നത് എന്ന് ചോദിച്ചാൽ, ഈ നാഭി കമലത്തിൻ്റെ പ്രകാശം കാരണം സർവത്തിലും ആ പ്രകാശം പരക്കുകയാണ്. ഈ പ്രകാശം സത്താണോ അസത്താണോ എന്നുള്ള വിചാരമുണ്ട്. ഇത് ശാശ്വതമായ പ്രകാശമാണോ, അല്ല ഈ പ്രകാശം എവിടെയെങ്കിലും ലയിക്കുന്ന പ്രകാശമാണോ എന്നുള്ള ഒരു വിചാരമുണ്ട്. അതെ, ഇത് ലയിക്കുന്ന പ്രകാശം തന്നെയാണ്. കാരണം എന്താ? ഇത് പത്മം ഉണ്ടായത് കൊണ്ട് വന്ന പ്രകാശം. പത്മമില്ലെങ്കിൽ ഈ പ്രകാശമില്ല. അപ്പോൾ പത്മം കാരണം വന്ന പ്രകാശമായതുകൊണ്ട് പത്മത്തിൽ ലയിക്കും ഈ പ്രകാശം എപ്പോഴെങ്കിലും. അടുത്ത ബ്രഹ്മാവ് വരുമ്പോഴോ? ഇപ്പോൾ ബ്രഹ്മാവ് കമലത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഈ ഒരു 550 വർഷം ബ്രഹ്മ കമലത്തിലേ ഇരിക്കുള്ളൂ. കമലാസനസ്ഥ എന്നേ ഇരിക്കുള്ളൂ. ആ രാവിലെ പറഞ്ഞു. അത് പൂർത്തീകരിക്കാൻ വിട്ടുപോയി. ഋഷഭവാഹനത്തിൽ പരമേശ്വരൻ കാളയുടെ പുറത്ത് ആരെങ്കിലും കയറി വരുമോ എന്ന് ചോദിക്കും. കാളയുടെ പുറത്ത് എങ്ങനെയാണ് കാളയുടെ പുറത്ത് വരുന്നത്? അതുപോട്ടെ, ഒരു ഗരുഡൻ്റെ പുറത്ത് കയറി എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. പക്ഷിയല്ലേ? അതൊക്കെ ഓരോന്നും തത്വം. അതാണ് ഇവിടെ പറയുന്നത്. ഇത് ശ്ലോകം പറഞ്ഞിട്ട് അതിൻ്റെ കാര്യം പറയാം. സ്ഫുല്ലപത്രേ വിതരാഹം വിചിത്രേ തസ്മിൽ ഭവദ്വീര്യ ധൃതേ സരോജേ സപത്മജന്മാ വിധി ആവിരാസീത് സ്വയം പ്രബുദ്ധാഃ അഖില വേദരാശി. സംഫുല്ലപത്രേ, ഫുല്ല എന്ന് പറഞ്ഞ ആ ശബ്ദത്തിൽ തന്നെ ഉണ്ട്. സംഫുല്ലപത്രേ, സമ്യക് ഫുല്ലത്, അത് നന്നായിട്ട് വിടർന്നു എന്നർത്ഥം. താമര നന്നായിട്ട് വിടർന്ന സമയം എന്താ? അത് നിതരാം വിചിത്രേ, വൈചിത്ര്യം, വാസനകളുടെ ഒരു തിരമാല. അവിടെ പറക്കാൻ ആഗ്രഹമുള്ളതൊക്കെ പക്ഷിയായിട്ട്, നടക്കാൻ ആഗ്രഹമുള്ളതൊക്കെ നായായിട്ട്, പിന്നെ അസൂയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നതൊക്കെ കഴുകായിട്ട്, കുരയ്ക്കണം എന്നുള്ളതൊക്കെ നായായിട്ട്, മരം കയറണം അലഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതൊക്കെ കുരങ്ങായിട്ട്, ഇതെല്ലാം ചെയ്യണം എന്നുള്ളത് മനുഷ്യനായിട്ട്. അങ്ങനെ ആ ഒരു വൈചിത്ര്യം,
പൂർണ്ണമായിട്ട് അതിനകത്ത്. തസ്മിൽ ഭവദ്വീര്യധൃതേ സരോജേ. ആ സരോജം താമര ഒരു ആധാരത്തിൽ നിൽക്കുകയാണ്. ആ താമരയ്ക്ക് കാരണം, ആ താമര ഇങ്ങനെ നിൽക്കാനുള്ള കാരണം ഒരു ആധാരം. അത് ആധാരത്തിന് പറയുന്ന പേര് വീര്യം. താമരയുടെ തണ്ട് വഴി താമര ഇലയിലോട്ട് വെള്ളം ചെന്നാൽ മാത്രമേ, അല്ലെങ്കിൽ താമര ഇതളിലോട്ട് വെള്ളം ചെന്നാൽ മാത്രമേ താമര നിൽക്കത്തുള്ളൂ. തണ്ട് സ്ട്രോങ് ഇല്ലെങ്കിൽ പോയി. താമരയ്ക്കൊരു വേറൊരു വിശേഷമുണ്ട്. താമരയുടെ വേര് വലിയ വേരായിരിക്കും. താമരയുടെ വേര്, ആ വേര് എല്ലാ ജീവസത്തുള്ള ജലമൊക്കെ ശേഖരിച്ച് വേര് വഴി തണ്ട് വഴി ഇതിലോട്ട് പോയാൽ മാത്രമേ താമരയെ നിലനിൽക്കത്തുള്ളൂ. താമരയുടെ വള്ളിയിൽ കാല് ചുറ്റിയാൽ പിന്നെ എടുക്കാൻ പാടാണ്. അത്രയ്ക്ക് കോംപ്ലക്സ് ആയിരിക്കും താമരയുടെ വള്ളി. അതുകൊണ്ട് തന്നെ ഇവിടെ താമരയ്ക്ക് ഉപമാനം കൊടുത്തത് ആ വേര് എവിടെ നിന്ന് അതിന് ശക്തി കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഭവദ്വീര്യ ധൃതേ സരോജേ, ഭഗവാന്റെ വീര്യം പ്രധാനമാവുന്ന സരോജം. സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധ അഖിലവേദരാശി. അവിടെ ആര് വരുന്നു? സപത്മജന്മാ വിധിഹി. വിധിഹി എന്ന് പറഞ്ഞാൽ ബ്രഹ്മ എന്ന് തന്നെ അർത്ഥം. കാരണം നമുക്ക് വിധി എഴുതുന്ന ആള്, തലവിധി എഴുതുന്ന ആള്, ലലാട്ട ലിപി എഴുതുന്ന ആള്, അതുകൊണ്ട് ബ്രഹ്മ വിധി. ഈ ബ്രഹ്മ ഇവിടെ ജനിച്ചു എന്ന് പറഞ്ഞു. വിധിഹി ആവിരാസീതെന്ന് പറഞ്ഞു. ഇവിടെ ജനിച്ചതല്ല, ബ്രഹ്മ ഉണർന്നു തന്നെ അർത്ഥം. ബ്രഹ്മാവിന് ഉണർവുകൾ വന്നു, ബ്രഹ്മാവിന് സങ്കല്പ വികല്പങ്ങൾ വന്നു. അല്ലാതെ ജനിച്ചു എന്ന് പറഞ്ഞാൽ 50 വയസ്സായി പിന്നെ ജനിച്ചതെന്ന് പറഞ്ഞാൽ അതില്ല, കാര്യമില്ല. കാരണം 7ാമത്തെ അധ്യായത്തിൽ 7ാമത്തെ ദശകത്തിൽ തന്നെ ഭട്ടതിരി അവിടെ ബ്രഹ്മാവ് ജനിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്നു. അതുകൊണ്ട് ഇവിടെ ബ്രഹ്മാവിന് ജനനമല്ല, ബ്രഹ്മാവിൻ്റെ ഓരോ ഇപ്പോൾ നമ്മൾ തന്നെ രാത്രി നന്നായിട്ട് ഉറങ്ങിയിട്ട് അടുത്ത ദിവസം രാവിലെ എണീച്ചാൽ ഞാൻ ജനിച്ചു എന്ന് പറയുമോ? ഇന്ന് എനിക്ക് ബർത്ത്ഡേ എന്ന് പറയുമോ? ആർക്കും ബർത്ത്ഡേ പറയാതിരിക്കാനാണ് ആഗ്രഹം. ഇത് എത്രാമത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു അറിയില്ല. അതെന്തോ 50 കാണും, 39 എന്തോ ആണെന്ന് തോന്നുന്നു എന്ന് പറയും. അതുകൊണ്ട് ഒക്കെ ട്രെയിൻ ടിക്കറ്റ് എടുക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കറക്റ്റ് വയസ്സെന്താ. എന്തിനാ പറയാൻ വന്നേ? ബ്രഹ്മാവ് ജനിച്ചില്ല, ബ്രഹ്മാവ് പിന്നെ ഉണർന്നു, അതേ അർത്ഥമുള്ളൂ. ഈ ആവിരാസീത് എന്ന് പറഞ്ഞാൽ ആവിരാസീത് യഥാപ്രാജ്ഞാദിശി ഇന്ദ്രിയ പുൽക്കലഹ എന്ന് ഭഗവാന്റെ അവതാര സമയത്തിൽ അവിടെ ആ ഭഗവാൻ ജനിച്ചു എന്നില്ല, ജനനമില്ല. പിന്നെന്താ? ഭഗവാൻ പ്രകടനം, ഹൃദയത്തിനകത്തുള്ള ഭഗവാൻ പുറത്ത് വരുന്നു, അത് തന്നെയാണ് അവിടെ. അതുപോലെ ഇവിടെ വിധിഹി ആവിരാസീത് ഉണർന്നു, വാസനകളൊക്കെ ഉണർന്നു, നമ്മുടെ രുചി അരുചി ഒക്കെ ഉണർന്നു, സങ്കല്പം വികല്പങ്ങളൊക്കെ ഉണർന്നു, മനസ്സ് ബുദ്ധി ഉണർന്നു, ബുദ്ധി പ്രവർത്തനീയമായി. അതുതന്നെയാണ് അവിടെ അർത്ഥം. അവിടെ പറയുന്നു സ്വയം പ്രബുദ്ധ അഖില വേദരാശി. ബ്രഹ്മ എങ്ങനെയാ? സ്വയം പ്രബുദ്ധ, ബുദ്ധിയുണ്ട് ബ്രഹ്മാവിന്, സ്വയം ബുദ്ധിയുള്ള ബ്രഹ്മ. ബാക്കിയൊക്കെ ഉള്ളവർക്കൊക്കെ ഈ പ്രചോദനം ചെയ്യാൻ പോകുന്ന ബ്രഹ്മമായതുകൊണ്ട്, ബ്രഹ്മതത്വമേ ബുദ്ധിതത്വമായതുകൊണ്ട് അത് സ്വയം പ്രബുദ്ധമായത്. സ്വയം പ്രബുദ്ധനായ ബ്രഹ്മ ആരാ? അഖില വേദരാശി. അതിനാ പറയാൻ വന്നേ. കഴുതയുടെയും പശുവുടെയും കാളയുടെയും പുറത്തൊന്നും ആരും പോകുന്നില്ല. അവിടെ കാള എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പേരുണ്ട്, ഋഷഭം എന്നൊരു പേരുണ്ട്, ഋഷഭവാഹനൻ എന്നൊരു പേര്. ഋഷഭം എന്ന് വെച്ചാലോ ഋഷം എന്ന് വെച്ചാലോ ധർമ്മം എന്നാണ് അർത്ഥം. ഋഷം എന്ന് പറഞ്ഞാൽ ധർമ്മം. നമ്മുടെയൊക്കെ ലക്ഷ്യം ഭഗവാനെ പോയി പ്രാപിക്കുക എന്നുള്ളത്. പക്ഷെ ഭഗവാനായിട്ട് നമ്മളെടുത്ത് വന്നാലോ, അതാണ്
ഋഷഭവാഹനത്തിൽ ഭഗവാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ട് നമുക്ക് സ്വധർമ്മം എന്തുണ്ടോ നമ്മുടെ സ്വധർമ്മ അനുഷ്ഠാനം ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ ഭഗവത് അനുഭൂതി നമുക്ക് കിട്ടും എന്നുള്ളതിൽ സന്ദേഹമില്ല. സത്യം വധ ധർമ്മം ചര അതാത് ആശ്രമത്തിന് അതാത് വർണ്ണാചരണം മനുഷ്യൻ കൽപ്പിതമല്ല. ഋഷിപ്രോക്തമായതും ഭഗവത് കൽപ്പിതമായതും എന്ന് പറഞ്ഞാൽ ശ്രുതിസ്മൃതിർ മമൈ ആജ്ഞ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണോ ഇവിടെ വേദമായിട്ടും സ്മൃതിയായിട്ടും ഇതിഹാസ പുരാണങ്ങളായിട്ടും ഒക്കെ വരുന്നിരിക്കുന്നത് അതൊക്കെ ഏതോ വിധം പറയും ആ ഗരുഡൻ ആരാണെന്ന്. ഭാഗവതത്തിലെ ഗജേന്ദ്ര ഉപാഖ്യാനം, ഗജേന്ദ്ര മോക്ഷം, അവിടെ ഭഗവാൻ വരുന്നു. ഛന്തോമയേന ഗരുഡേന സമുഹ്യമാനഃ. ഛന്തോമയനായ വേദസ്വരൂപി ഗരുഡാൻ അറിഞ്ഞാലും എന്തിനെ അറിഞ്ഞു, അറിയേണ്ടതിനെ അറിഞ്ഞില്ല, അറിയാതെ വേണ്ടാത്തതൊക്കെ അറിഞ്ഞു. അതാ അഖില വേദ. അല്ലെങ്കിൽ അറിയേണ്ടതിനെ അറിഞ്ഞും ഭഗവാൻ ആ അറിവിനെ മറച്ചു വെച്ചു എന്നും പറയാം. ഇത് ചെയ്തിരിക്കണം. ഇനി അടുത്തടുത്ത സർഗങ്ങളിൽ പറയും. ആ ജഗത് സൃഷ്ടിയിൽ വലപ്പൊക്കിയ സർഗങ്ങളിൽ നാളെ പറയാം. ഓരോരുത്തരായിട്ട് ബ്രഹ്മ സൃഷ്ടിക്കാൻ കമന്ന് കടന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ അടുത്ത് പോയി സാധനം മേടിച്ചോണ്ടോ എന്ന് പറഞ്ഞാൽ അതുപോലെ ഭഗവാനിൽ തന്നെ ഉറച്ച ഹൃദയമുള്ളവന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. കർമ്മയോഗം അതിദുർലഭം. ശുശ്രൂഷിക്കാതെ അല്ല, അവർക്ക് അപ്പം ആ സമയത്ത് ശുശ്രൂഷണം ആവശ്യം വന്നു കാണില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും വന്നു കാണുക. കാരണം നാരദർ ഭക്തിസൂത്രത്തിലെ ഗോപികകളെ തന്നെയാണ് എടുത്തുകാട്ടായിട്ട് വെക്കുന്നത്. ഭക്തലക്ഷണത്തിൽ യഥാ ഗോപ്യ നിർത്തുന്ന് പറയും. അങ്ങനെ ഓരോ സൃഷ്ടി വേദരാശി അറിവുണ്ട്, എന്നാൽ അതിന് അറിവില്ലാത്തതുപോലെ ലോക അറിവ് വെച്ചുകൊണ്ട് ത്വം ഇത്തം ഉത്ഥാപിത, ഇങ്ങനെ ഇപ്രകാരം ബ്രഹ്മാവിനെ ഉണർത്തി. ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തുന്നത് പാപം എന്ന് പറയും. ബ്രഹ്മഹത്യക്ക് സമാനം എന്ന് പറയും. അത് സുഷുപ്തിയിലിരിക്കുന്നവനെ ഉണർത്തുന്നതേ പാപമായിട്ടുള്ളൂ. നല്ല ഗാഠമായിട്ട് ഉറങ്ങുന്നു പാപം. രാത്രി 2 മണിക്കൊക്കെ എവിടെയോ പോയിട്ടോ ഭഗവത് ബീജരൂപമായ പത്മം വരും. അതിനകത്ത് സർവവാസനകളും സൂക്ഷ്മമായിട്ടിരിക്കും. സൂക്ഷ്മമായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഭാവം പോലെ സൂക്ഷ്മം. അദ്ദേഹം മനസ്സുകൊണ്ട് തന്നെ ശിവന് അമ്പലം നിർമ്മിച്ച്, രാജരാജ ചോളൻ അതേപോലെ ഒരു അമ്പലം സ്ഥൂലമായിട്ട് നിർമ്മിച്ചു. ഇദ്ദേഹം മനസ്സുകൊണ്ട് നിർമ്മിച്ചൊരു അമ്പലം സൂക്ഷ്മത്തിനും വ്യത്യാസമില്ല. പൂജകളൊക്കെ തന്നെ പൂജ ചെയ്യുമ്പോൾ തന്നെ ആചാര്യകൾ പറയുന്നത് പ്രഥമ മാനസീ പൂജ. ചെയ്യുന്നു, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഇതിനത് അതിന് പൂജയെ വേണ്ട. അതുകൊണ്ട് പറയുന്നു ആചാര്യകൾ പ്രഥമ മാനസീ പൂജ. ആദ്യം ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് പൂജ ചെയ്യണം. വെച്ചാലും മനസ്സോടെ കൂടി ഈ താമരമുട്ടിനും കാരണമായ പരമാത്മാ എങ്ങനെയാണ് ഈ ആത്മകൽപ്പത്തിന്റെ തുടക്കത്തിൽ എത്ര രോഗം ഉണ്ടായി? എനിക്ക് വാതരോഗം നീക്കിത്താ എന്ന് ഭട്ടതിരി അങ്ങനെ പറയുന്നേ ഇല്ല. ഭട്ടതിരിക്ക് ഉണ്ടായ രോഗം ഒരേ ഒരു വാതരോഗം. അതല്ല രോഗം വലിയ രോഗവും അല്ല. അനന്തർക്ക് ഒരാനനെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഒരു വലിയ ജീവി വലിയ തുമ്പിക്ക ഉണ്ടെന്ന് പറയും. ചിലത് പറയും വലിയ ജീവി 2 കാലുണ്ടെന്ന് പറയും, 4 കാലുണ്ടെന്ന് പറയും. വലിയ ജീവി 2 കൊമ്പുണ്ടെന്ന് പറയും. ഇത്
ജ്ഞാനം, ഇത് വിജ്ഞാനം, അതൊക്കെ അനുഭൂതിയുടെ ഓരോരോ സ്റ്റേജിൽ പറയുന്നതേ ഉള്ളൂ. ഇപ്പം കേട്ടത് തന്നെ ഒരു ജ്ഞാനം, കേൾക്കുമ്പോൾ തന്നെ അതൊരു ജ്ഞാനം. ആ ജ്ഞാനം തന്നെയാണ് അനുഭൂതി വരയ്ക്കും കൊണ്ട് കൃഷ്ണ അസുരനാശന എന്ന് പറഞ്ഞ കുട്ടികളൊക്കെ. ഇപ്പം ഏത് അസുരൻ വന്നിരിക്കുന്നു നോക്കിയാൽ, വിശപ്പ് എന്നൊരു അസുരൻ വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് വിശപ്പിനെ അടക്കിത്താന്ന് ഭാഗവതത്തിൽ പറയുന്നു കുട്ടികളൊക്കെ. അപ്പോഴാണ് ആ യജ്ഞപത്നി അതിനനുഗ്രഹം വരുന്നത്. ആ വലിയ രോഗം ഇതൊക്കെ, വിശപ്പ് ഒരു രോഗം, ദാഹം ഒരു കുറിച്ച് പറയുന്നതുകൊണ്ട് ഇപ്പോൾ ഗുരുവായൂരപ്പൻ ചോദിച്ചു, എന്താ ശാശ്വതമായ മുക്തി? അതുകൊണ്ട് വിളിച്ചു ഹേ പരാത്മൻ എന്ന് വിളിച്ചു. ചോദ്യത്തിനുള്ള ഉത്തരം പരാത്മൻ. കാരണം ഗുരുവായൂരിലെ 2 അടി ശില്പമായിട്ട് നിൽക്കുന്ന ഗുരുവായൂരപ്പൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.